വാസു, എന്താ ഈ നേരത്ത്? ഞാൻ അകത്തേക്ക് വരും. ഈ ഹോട്ടലിന്റെ പ്രൊപ്പറേറ്റർ മിസ്റ്റർ വാസു ഇവിടെ? വീട്ടിലുണ്ടാവും. വാസു എവിടെ? പിന്നെ നീ ചുമ്മാ ഇരിയടാ ചാക്കോ. പിന്നെ KRC ഹോട്ടലിലേക്ക് വിടണ്ട, നിന്റെ വീട്ടിലിരുത്തിയാ മതി കേട്ടോ. ശരി. എന്താ വാസു ഉണ്ടായത്? ആ ചെറുക്കൻ രാധാകൃഷ്ണൻ ചാടി ചത്തു. ആളുകൾ പലതും പറയുന്നുണ്ട്, കുഴപ്പമാവും. ഞാൻ ഉടനെ തിരുവനന്തപുരത്ത് പോയി ഹോം മിനിസ്റ്ററെ കണ്ട്. വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. ചേട്ടാ, പോലീസ് ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട്. മിസ്റ്റർ വാസു, ഞാൻ ആ രാധാകൃഷ്ണന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് വന്നത്. ഇന്നലെ രാത്രി 10 മണിക്ക് നിങ്ങൾ അവനുമായി ക്ഷോഭിച്ച് സംസാരിക്കുന്നത് കണ്ടവരുണ്ട്. ശരിയാണ്. എന്തായിരുന്നു കാര്യം? കമ്പനി വക ക്യാഷ് കൈകാര്യം ചെയ്തതിൽ അവൻ ചില കൃത്രിമങ്ങൾ കാണിച്ചു. മോട്ടിച്ച കാശ് രാവിലെ തിരിച്ചു തന്നില്ലെങ്കിൽ എന്റെ വിധം മാറുമെന്ന് ഞാൻ അവനോട് പറഞ്ഞു. നിങ്ങൾ അവനെ ദേഹോപദ്രവം ഏൽപ്പിച്ചില്ലേ? ഇല്ല. ടെറസിന്റെ വേദന കൊണ്ട് ആർത്തു വിളിച്ച ആ പയ്യന്റെ കരച്ചിൽ കേട്ടവരുണ്ടല്ലോ, നിങ്ങളുടെ ഹോട്ടലിൽ താമസിക്കുന്നവർ തന്നെ. ഞാൻ കേട്ടില്ല. പിന്നെ അവനെങ്ങനെ ടെറസിന്റെ തലവത്ത് താഴെ വീണു? അത് നിങ്ങൾ പോയി അവനോട് ചോദിക്കണം. മിസ്റ്റർ, ഡോണ്ട് പ്ലേ സ്മാർട്ട്. ഞാൻ ഇങ്ങോട്ട് വന്നത് എന്റെ മര്യാദ കൊണ്ടാണ്. കിട്ടിയ തെളിവുകൾ വെച്ച് നിങ്ങളെ സ്റ്റേഷനിൽ വരുത്താനും പോലീസ് മുറയിൽ ചോദ്യം ചെയ്യാനും എനിക്ക് അറിഞ്ഞിട്ടല്ല. ഇതൊക്കെ ഞാനും കുറെ കണ്ടതാണ് സാറേ. കിട്ടിയ തെളിവെന്ന് വെച്ചാൽ ഞാൻ ആ ചെറുക്കനെ കൊന്നു എന്നാണോ? അതെ സാറേ, 10-14 വയസ്സ് മുതൽ തല്ലും കൊത്തും കൊണ്ടും കൊടുത്തും വളർന്നവനാ ഞാൻ. ആവശ്യം വന്നാൽ ഇന്ന് ഒരുത്തനെ കൊല്ലാൻ എനിക്ക് മടിയില്ല. ആ ശവത്തിന്റെ പൊടി പോലും നിങ്ങളെ കാണിക്കാതിരിക്കാനും എനിക്കറിയാം. അല്ലാതെ ഈ പീറ ചെറുക്കനെ ഞാൻ തന്നെ കൊന്നിട്ട് എന്റെ ഹോട്ടലിന്റെ മുമ്പിൽ ഇടാൻ മാത്രം വിട്ടിയാണ് ഞാനെന്ന് സാറിന് തോന്നുന്നുണ്ടോ? പിന്നെ അവനെങ്ങനെ? അവൻ ചെയ്ത കുറ്റം പോലീസിൽ അറിയിക്കുമെന്ന് ഭയന്നിട്ടാവും ജീവൻ ഒടുക്കിയത്. ആളുകൾ എന്ത് വേണമെങ്കിലും പറയട്ടാ, അത് പേടിച്ച് ഞാൻ ഇവിടുന്ന് കുടുംബത്തോടെ ഒളിച്ചോടി പോകാനോ? പേടിച്ചിട്ടല്ല ചാക്കോ. ഏതായാലും മദിരാശിയിൽ നമ്മൾ ഇത്രയൊക്കെ പണം മുടക്കി. നമ്മളിൽ ആരെങ്കിലും ഒരാൾ അവിടെ നിന്നേ പറ്റൂ. ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ നീ പോയി നിൽക്കുന്നതാണ് നല്ലത്. അമ്മയുടെ അഭിപ്രായം എന്താ? ഈ വീടും കുടിയും വിട്ട് അന്യനാട്ടിൽ പോയി കഴിയാൻ. என்னம்மா நீங்க மெட்ராஸ் உங்க சொந்த ஊர் மாதிரி நினைச்சீங்க. உங்களுக்கு எந்த குறையும் வராம நான் பாத்துக்கிறேன். அங்க நம்ம கெஸ்ட் ஹவுஸ் இருக்கு, அதுலயே நீங்க தங்கிடலாம். அப்புறம் உங்க பொண்ணை பத்திய கவலையை விட்டுடுங்க. மெட்ராஸ்லயே பெஸ்ட் காலேஜில் நான் சேர்த்துடுறேன். அப்புறம் என்ன வேணும்? അമ്മണി, ഇനി ഒന്നും ആലോചിക്കണ്ട. എല്ലാം കൊണ്ടും നിങ്ങൾ കുറച്ചു കാലം ഇവിടുന്ന് മാറി താമസിക്കുന്നതാണ് നല്ലത്. എന്താ? ശരി വാസു, കുറച്ചെങ്കിലും സ്വൈര്യം തടാ. സ്വൈര്യം കിടത്ത് ഞാൻ എന്ത് ചെയ്തു? പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ. ആളുകൾ പറയുന്നതേ രാധാകൃഷ്ണൻ വാസുവേട്ടൻ ചവിട്ടി കൊന്ന. Your bloody mouth. ശ്രീദേവി എവിടെ? തലവേദനയാണെന്ന് പറഞ്ഞ് പോയി കിടന്നു. ശ്രീദേവി, 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 എന്തു പറ്റി നിനക്ക്? ശ്രീദേവി, ശ്രീദേവി, കണ്ണവർക്ക്. നിങ്ങൾ രാധാകൃഷ്ണനെ കൊന്നു.